സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം തുടങ്ങും. 1050 കോടി രൂപ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് 2000 രൂപ വീതം ലഭിക്കും. ഫെബ്രുവരി 25 മുതൽ ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യും. അതുമാത്രമല്ല, ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. 2000 രൂപ വീതം 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുക. സംസ്ഥാനത്തെ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തുമെന്ന സന്തോഷവാർത്തയും മന്ത്രി അറിയിച്ചു. കൂടാതെ മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രവിഹിത ഇനത്തിലുള്ള 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതും പലപ്പോഴും വൈകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഒന്നാം പിണറായി സർക്കാർ 35,154 കോടി രൂപ പെൻഷൻകാർക്ക് ലഭ്യമാക്കിയെന്നാണ് കണക്കുകളിൽ പറയുന്നത്. ഇതുവരെ സർക്കാർ 49,433.83 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തതായി പറയുന്നത്. 2011 മുതൽ 2016 ചുമതലയിലുണ്ടായിരുന്ന UDF സർക്കാർ 9,011 കോടി രൂപയാണ് നൽകിയത്. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ പിണറായി സർക്കാർ 1ഉം 2ഉം ഘട്ടം ഘട്ടമായി 2000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.